ومن آياته منامكم بالليل والنهار وابتغاؤكم من فضله إن في ذلك لآيات لقوم يسمعون. രാപ്പകലുകളിൽ നിങ്ങളുടെ നിദ്രയും നിങ്ങൾ അവന്റെ അനുഗ്രഹങ്ങൾ തേടുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രേ. നിശ്ചയം ശ്രദ്ധിച്ചു കേൾക്കുന്ന ജനത്തിന് ഇതിൽ എത്രയോ ദൃഷ്ടാന്തങ്ങളുണ്ട്. അനുഗ്രഹം തേടുക എന്നതുകൊണ്ടുദ്ദേശം വിഭവങ്ങൾ തേടുന്നതിൽ പരിശ്രമിക്കുക എന്നാണ്. മനുഷ്യൻ സാധാരണയായി രാത്രി ഉറങ്ങുകയും പകൽ ഉപജീവനാർത്ഥം അധ്വാനിക്കുകയും ചെയ്യുന്നു. എങ്കിലും ഇതൊരു തികഞ്ഞ പൊതുതത്വമല്ല. ധാരാളം ആളുകൾ പകലുറങ്ങുകയും രാത്രിയിൽ പണിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് രാവിനെയും പകലിനെയും ഒന്നിച്ച് പരാമർശിച്ചുകൊണ്ട് രണ്ടവസരങ്ങളിലും നിങ്ങൾ ഉറങ്ങുകയും ഉപജീവനം തേടുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞത്. ഈ സംഗതിയും യുക്തിമാനായ ഒരു സ്രഷ്ടാവിന്റെ ആസൂത്രണത്തെ കുറിക്കുന്ന ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. കൂടാതെ അവൻ സ്രഷ്ടാവ് മാത്രമല്ല, മറിച്ച് തന്റെ സൃഷ്ടികളോട് അളവറ്റ കനിവും കാരുണ്യവുമുള്ളവനാണെന്നും അവയുടെ ആവശ്യങ്ങളെയും താൽപര്യങ്ങളെയും കുറിച്ച് അവയേക്കാളേറെ വിചാരമുള്ളവനാണെന്നും കൂടി വ്യക്തമാക്കുന്ന ദൃഷ്ടാന്തമാണിത്. മനുഷ്യന് ഈ ലോകത്ത് നിരന്തരം അധ്വാനിച്ചുകൊണ്ടിരിക്കാനാവില്ല. ഏതാനും നാഴികകളിലെ അധ്വാനത്തിനു ശേഷം ഏതാനും നാഴിക വിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ അവൻ വീണ്ടും കുറെ നാഴിക അധ്വാനിക്കാനുള്ള ശക്തി സംഭരിക്കുന്നു. ഈ ആവശ്യാർത്ഥം യുക്തിമാനും കാരുണികനുമായ സ്രഷ്ടാവ് മനുഷ്യനിൽ തളർച്ചാബോധവും വിശ്രമാഭിലാഷവും ഉണ്ടാക്കുന്നതിൽ മാത്രം മതിയാക്കിയില്ല. അവൻ നിദ്രയുടെ ശക്തമായൊരു വാസനയും മനുഷ്യനിൽ നിക്ഷേപിച്ചു. അത് അധ്വാനത്തിന്റെയും ക്ഷീണത്തിന്റെയും ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഇച്ഛയോട് മത്സരിച്ചുകൊണ്ടുതന്നെ അവനെ ഗ്രസിക്കുന്നു. അങ്ങനെ ഏതാനും മണിക്കൂറുകൾ വിശ്രമിക്കാൻ നിർബന്ധിതനാക്കുന്നു. ആവശ്യം പൂർത്തിയാക്കി കഴിഞ്ഞാൽ സ്വയം തന്നെ അതവനെ വെടിയുകയും ചെയ്യുന്നു. ഈ നിദ്രയുടെ സത്തയും രൂപവും യഥാർത്ഥ നിമിത്തങ്ങളും ഇന്നുവരെ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് തീർച്ചയായും മനുഷ്യന്റെ പ്രകൃതിയിലും ഘടനയിലും നിക്ഷിപ്തമായ ഒരു ജന്മസിദ്ധിയാണ്. അത് മനുഷ്യന്റെ ആവശ്യത്തിന് തികച്ചും അനുസൃതമാണെന്നതുതന്നെ അതൊരു യാദൃശ്ചിക പ്രതിഭാസമല്ല, ഒരു യുക്തിമാൻ സുചിന്തിതമായ പരിപാടി അനുസരിച്ച് നിശ്ചയിച്ച പ്രക്രിയയാണ് എന്നതിനുള്ള മതിയായ സാക്ഷ്യമാണ്. അതിലൊരു മഹത്തായ യുക്തിയും താൽപര്യവും ഉദ്ദേശ്യവും സ്പഷ്ടമായി പ്രവർത്തിക്കുന്നത് കാണാം. അതിനും പുറമെ ഇതേ നിദ്ര മനുഷ്യനിൽ നിക്ഷേപിച്ചവൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനേക്കാൾ അവനോട് ഗുണകാംക്ഷയുള്ളവനാണ് എന്നതിനും സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അല്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ ഇച്ഛാശക്തിയാൽ നിദ്രയെ ജയിക്കുകയും അങ്ങനെ വാശിയോടെ ഉണർന്നിരുന്ന് നിരന്തരം പണിയെടുക്കുകയും ചെയ്യുക വഴി അവന്റെ കർമ്മശേഷി മാത്രമല്ല, ജീവിതശേഷി തന്നെ മുരടിച്ചു പോകുമായിരുന്നു. പിന്നീട് വിഭവം തേടുന്നതിനെ അള്ളാഹുവിന്റെ അനുഗ്രഹം തേടുക എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ദൃഷ്ടാന്തങ്ങളുടെ മറ്റൊരു പരമ്പരയെ സൂചിപ്പിച്ചിരിക്കുന്നു. ആകാശഭൂമികളിലെ അളവും അതിരുമില്ലാത്ത ശക്തികളെ വിഭവങ്ങളുടെ നിമിത്തങ്ങളും ഉപാധികളും നിർമ്മിക്കുന്നതിൽ ഏർപ്പെടുത്തുകയും ഭൂമിയിൽ മനുഷ്യനാവശ്യമായ വിഭവങ്ങളുടെ എണ്ണമറ്റ ഉപാധികൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ മനുഷ്യന് എവിടെ നിന്നാണ് അന്നം നേടാൻ കഴിയുക? എന്നു മാത്രമല്ല, ഈ അന്നം തേടൽ അതിനനുയോജ്യമായ അവയവങ്ങളും ശാരീരിക മാനസിക യോഗ്യതകളും ലഭിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അവൻ സങ്കൽപ്പിക്കാൻ പോലും സാധ്യമല്ലാത്തതാണ്. ആകയാൽ മനുഷ്യന്റെ വിഭവം തേടാനുള്ള പര്യാപ്തതയും അവന്റെ അസ്തിത്വത്തിന് പുറത്തുള്ള വിഭവമാധ്യമങ്ങളുടെ സാന്നിധ്യവും ഉദാരനും കാരുണികനുമായ ഒരു നാഥന്റെ അസ്തിത്വത്തെ സ്പഷ്ടമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബുദ്ധിക്ക് ദീനം ബാധിക്കാത്ത ആർക്കും ഇതെല്ലാം കേവലം യാദൃശ്ചികമായി ഉണ്ടായതാണെന്നോ അനേകം ദൈവങ്ങളുടെ ദിവ്യപ്രഭാവമാണെന്നോ അതുമല്ലെങ്കിൽ ഏതോ ബോധശൂന്യവും അന്ധവുമായ ശക്തിയാണ് ഈ ഔദാര്യത്തിനും അനുഗ്രഹത്തിനും ഉത്തരവാദിയെന്നോ ഒരിക്കലും സങ്കൽപ്പിക്കാനാവില്ല. وَمِنْ آيَاتِهِ يُرِيكُمُ الْبَرْقَ خَوْفًا وَطَمَعًا وَيُنَزِّلُ مِنَ السَّمَاءِ مَاءً فَيُحْيِي بِهِ الْأَرْضَ بَعْدَ مَوْتِهَا إِنَّ فِي ذَلِكَ لَآيَاتٍ لِقَوْمٍ يَعْقِلُونَ.
നിങ്ങൾക്ക് ആശങ്കയായും പ്രതീക്ഷയായും മിന്നൽ പിണർ കാട്ടിത്തരുന്നതും മാനത്തുനിന്ന് മഴ പെയ്യിക്കുന്നതും മൃതമായി കിടന്ന ഭൂമിയെ അതുവഴി സജീവമാക്കുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാകുന്നു. നിശ്ചയം ബുദ്ധി ഉപയോഗിക്കുന്നവർക്ക് ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. മിന്നലിന്റെ മുഴക്കവും പ്രകാശവും മഴയുണ്ടാകുമെന്നും കൃഷിക്ക് സജ്ജമായിരിക്കുന്നുവെന്നുമുള്ള ആശയ്ക്ക് വക നൽകുന്നു. അതോടൊപ്പം തന്നെ ഇടിത്തി എവിടെയെങ്കിലും വന്നു പതിക്കുകയോ സകലത്തെയും ഒഴുക്കിക്കൊണ്ടുപോകുന്ന അതിവർഷമുണ്ടാവുമോ എന്ന ആശങ്കയ്ക്കും വക നൽകുന്നു. ഈ സംഗതി ഒരു വശത്ത് മരണാനന്തര ജീവിതത്തെ കുറിക്കുന്നു, മറുവശത്ത് ഇതേ സംഗതി തന്നെ ദൈവവും ആകാശഭൂമികളെ പരിപാലിക്കുന്നവനും ഒരേയൊരുവൻ തന്നെയാണെന്ന യാഥാർത്ഥ്യത്തിന് തെളിവ് നൽകുകയും ചെയ്യുന്നു. ഭൂമിയിലെ കണക്കറ്റ സൃഷ്ടികളുടെ അന്നം ഭൂമിയിൽ നിന്നനുഭവിക്കുന്ന വിഭവങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഈ വിഭവങ്ങൾ ഭൂമിയുടെ ഉൽപാദനക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു. ഈ ഉൽപാദനക്ഷമത പ്രവർത്തന സജ്ജമാകുന്നത് മഴയെ ആശ്രയിച്ചാണ്. ഭൂമി മുതൽ ആകാശലോകം വരെയുള്ള വ്യത്യസ്ത വസ്തുക്കൾക്കെല്ലാമിടയിൽ ഈ വിധം ബന്ധവും യോജിപ്പും സ്ഥാപിതമാവുക, എന്നിട്ട് അവയുടെയെല്ലാം കണക്കറ്റ വ്യത്യസ്ത ലക്ഷ്യങ്ങളും താൽപര്യങ്ങളും സ്പഷ്ടമായി സാധ്യമാവുക. ലക്ഷോപലക്ഷം വർഷങ്ങളായി ഈ സംവിധാനം തികഞ്ഞ ഐക്യത്തോടെ തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം കേവലം യാദൃശ്ചികമായി ഉണ്ടാവുക സംഭവ്യമാണെന്നോ? ഇത് ഒരു നിർമ്മാതാവിന്റെ യുക്തിയും സുചിന്തിതമായ പരിപാടിയും അജയ്യമായ ആസൂത്രണവുമില്ലാതെ ഉണ്ടായിപ്പോയതാണെന്നോ? ഇതെല്ലാം ഭൂമിയുടെയും സൂര്യന്റെയും വായുവിന്റെയും വെള്ളത്തിന്റെയും ചൂടിന്റെയും തണുപ്പിന്റെയും ഭൂമിയിലെ സൃഷ്ടികളുടെയും സ്രഷ്ടാവും നാഥനും ഒരേയൊരുവനാണെന്ന വസ്തുതയ്ക്ക് തെളിവല്ലെന്നോ? وَمِنْ آيَاتِهِ أَن تَقُومَ السَّمَاءُ وَالْأَرْضُ بِأَمْرِهِ ثُمَّ إِذَا دَعَاكُمْ دَعْوَةً مِّنَ الْأَرْضِ إِذَا أَنْتُمْ تَخْرُجُونَ. വാനലോകങ്ങളും ഭൂമിയും അവന്റെ ആജ്ഞാനുസാരം നിലകൊള്ളുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രേ. പിന്നീടവൻ നിങ്ങളെ ഭൂമിയിൽ നിന്ന് വിളിച്ചാൽ ഉടനെ അതാ നിങ്ങൾ ഉയിർത്തെഴുന്നേറ്റു വരുന്നു. അവൻ ഒരിക്കൽ ഒരു ശാസനയാൽ അവർക്ക് ഉണ്മ നൽകുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് അവ നിരന്തരമായി നിലനിൽക്കുന്നതും അവയ്ക്കുള്ളിലെ ഗംഭീരമായ പ്രവർത്തനശേഷിയുമായി ഒത്തുചേർന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്നതും അവന്റെ തന്നെ ശാസനയാലാണ്. ഒരു നിമിഷത്തേക്കെങ്കിലും ഇവ അവന്റെ കൽപ്പന പാലിക്കാതിരിക്കുകയാണെങ്കിൽ ഈ പ്രാപഞ്ചിക വ്യവസ്ഥയഖിലം ഒറ്റയടിക്ക് താറുമാറായിപ്പോകും. പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവും പരിപാലകനുമായവനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വീണ്ടും ജീവിപ്പിച്ചെഴുന്നേൽപ്പിക്കുക എന്നത് വളരെ തയ്യാറെടുപ്പുകൾ ആവശ്യമുള്ള വലിയൊരു കാര്യമൊന്നുമല്ല. അവനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു വിളിയേ വേണ്ടൂ. സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്നേ വരെ ഉണ്ടായവരും ഇനി ഉണ്ടാവാനിരിക്കുന്നവരുമായ സകല മനുഷ്യരും ഒന്നായി ഭൂമിയുടെ എല്ലാ മുക്കുമൂലകളിൽ നിന്നും പുറപ്പെട്ട് അവന്റെ മുമ്പിൽ വന്നു നിൽക്കും. وَلَهُ مَن فِي السَّمَاوَاتِ وَالْأَرْضِ كُلٌّ لَّهُ قَانِتُونَ. ആകാശഭൂമികളിലുള്ളതെന്തും അവന്റെ അടിമകളത്രേ, എല്ലാം അവന്റെ തന്നെ ആജ്ഞാനുവർത്തികളുമാകുന്നു. وَهُوَ الَّذِي يَبْدَأُ الْخَلْقَ ثُمَّ يُعِيدُهُ وَهُوَ أَهْوَنُ عَلَيْهِ وَلَهُ الْمَثَلُ الْأَعْلَى فِي السَّمَاوَاتِ وَالْأَرْضِ وَهُوَ الْعَزِيزُ الْحَكِيمُ. അവനാകുന്നു ആദിയിൽ സൃഷ്ടിക്കുന്നത്, പിന്നീട് അവൻ തന്നെ അത് പുനഃസൃഷ്ടിക്കുന്നു. അത് അവന് വളരെ എളുപ്പമാകുന്നു. വാനലോകങ്ങളിലും ഭൂമിയിലും അവന്റെ ഗുണം സർവോന്നതമത്രേ. അവൻ അജയ്യനും അഭിജ്ഞനുമല്ലോ. ഒന്നാം വട്ടം സൃഷ്ടിക്കാൻ അവന് ഒരു പ്രയാസവുമുണ്ടായില്ലെങ്കിൽ പിന്നെ രണ്ടാം വട്ടം സൃഷ്ടിക്കുന്നത് പ്രയാസകരമാണെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്നർത്ഥം. പ്രഥമ സൃഷ്ടിയിലൂടെ നിങ്ങൾ തന്നെ ജനിച്ചു ജീവിക്കുന്നവരായി നിലവിലുണ്ട്. അതുകൊണ്ട് അത് നിഷ്പ്രയാസമാണെന്ന സംഗതി വ്യക്തമാണ്. അപ്പോൾ ഒരു വസ്തു ഒരിക്കൽ നിർമ്മിച്ചവന് അതേ വസ്തു വീണ്ടും നിർമ്മിക്കുക കൂടുതൽ എളുപ്പമാണെന്ന കാര്യം സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ.
ضرب لكم مثلا من أنفسكم هل لكم مما ملكت أيمانكم من شركاء فيما رزقناكم فأنتم فيه سواء تخافونهم كخيفتكم أنفسكم كذلك نفصل الآيات لقوم يعقلون. നിങ്ങൾക്കവൻ നിങ്ങളിൽ തന്നെ ഒരു ഉദാഹരണം കാണിച്ചു തരുന്നു. നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള അടിമകളിൽ നാം നിങ്ങൾക്കേകിയ സമ്പത്തിലും സൗഭാഗ്യത്തിലും നിങ്ങളവരെ തുല്യ പങ്കാളിത്തമുള്ളവരാക്കുന്നുണ്ടോ? സ്വന്തം ജനങ്ങളെ ഭയപ്പെടുന്ന പോലെ നിങ്ങൾ അവരെ ഭയപ്പെടുന്നുമുണ്ടോ? ബുദ്ധി ഉപയോഗിക്കുന്ന ജനത്തിന് നാം ദൃഷ്ടാന്തങ്ങൾ ഈ വിധം തുറന്നു വിശദീകരിച്ചു കൊടുക്കുന്നു. ഇവിടം വരെ തൗഹീദും ആഖിറത്തും കൂട്ടിച്ചേർത്ത് പ്രതിപാദിച്ചിരിക്കുകയാണ്. ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന പ്രമാണങ്ങളിൽ തൗഹീദിനുള്ള തെളിവുകളുണ്ട്. അതേ പ്രമാണങ്ങളിൽ തന്നെ പരലോകം അസംഭവ്യമല്ല എന്നും സ്ഥാപിക്കുന്നു. അതിനുശേഷം തൗഹീദിനെക്കുറിച്ച് മാത്രം സംസാരിച്ചു തുടങ്ങുകയാണ്. ആകാശഭൂമികളുടെയും അവയിലുള്ള സകല വസ്തുക്കളുടെയും സ്രഷ്ടാവും ഉടമയും അല്ലാഹുവാണെന്ന് സമ്മതിച്ച ശേഷം അവന്റെ സൃഷ്ടികളിൽ ചിലർക്ക് ദൈവിക ഗുണങ്ങളിലും അധികാരങ്ങളിലും പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നവരായിരുന്നു ബഹുദൈവാരാധകർ. അവർ അത്തരം സൃഷ്ടികളോട് പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ചകളും വഴിപാടുകളും നേരുകയും പൂജാതി കർമ്മങ്ങൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ കൃത്രിമ പങ്കാളികളെക്കുറിച്ച് അവർക്കുണ്ടായിരുന്ന യഥാർത്ഥ വിശ്വാസം എന്തായിരുന്നുവെന്ന് അക്കാലത്ത് കഅബ പ്രദക്ഷിണം ചെയ്യുമ്പോൾ അവർ ഉരുവിട്ടിരുന്ന തൽബിയത്തിന്റെ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. തൽബിയത്തിൽ അവർ പറഞ്ഞിരുന്നു, ഞാനിതാ നിന്റെ വിളി കേട്ടു വന്നിരിക്കുന്നു. എന്റെ ദൈവമേ, ഞാനിതാ നിന്റെ വിളി കേട്ടു വന്നിരിക്കുന്നു. നിനക്ക് പങ്കാളികളാരുമില്ല. നിന്റേതായ നിനക്കുള്ള പങ്കാളിയല്ലാതെ നീ അവന്റെയും ഉടമയാകുന്നു, അവന്റെ ഉടമസ്ഥതയിലുള്ളതിന്റെയും ഉടമയാകുന്നു. ഈ ശിർക്കിനെയാണ് അല്ലാഹു ഈ സൂക്തത്തിൽ നിഷേധിക്കുന്നത്. ഉദാഹരണത്തിന്റെ താൽപര്യമിതാണ്. അല്ലാഹു നൽകിയ ധനത്തിൽപ്പെട്ടവരും അല്ലാഹു തന്നെ സൃഷ്ടിച്ചവരും യാദൃച്ഛികമായി നിങ്ങളുടെ അടിമകളായി തീരുന്നവരുമായ മനുഷ്യരെ നിങ്ങളുടെ പങ്കാളികളായി അംഗീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. പക്ഷേ ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തിൽ ദൈവം സൃഷ്ടിച്ച സൃഷ്ടികൾക്ക് അവനോടൊപ്പം ദിവ്യത്വത്തിൽ പങ്കാളിത്തം വകവെച്ചു കൊടുക്കാമെന്ന വിചിത്രമായ വാദം നിങ്ങൾ വലിയ കാര്യമായി ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വിധം മൂഢമായ സംഗതികൾ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധി എന്തെടുക്കുകയാണ്? കൂടുതൽ വിശദീകരണത്തിന് സൂറത്തുൻ നഹ്ൽ 71 സൂക്തത്തിന്റെ വിശദീകരണം കേൾക്കുക. بل اتبع الذين ظلموا أهواءهم بغير علم فمن يهدي من أضل الله وما لهم من ناصرين. പക്ഷേ ഈ അക്രമികൾ വിവരവും വിവേകവുമില്ലാതെ സ്വേച്ഛകളുടെ പിമ്പെ പായുകയാകുന്നു. അല്ലാഹു വഴിതെറ്റിച്ചവനെ ഇനി ആർക്കാണ് വഴി കാണിക്കാനാവുക? ഇങ്ങനെയുള്ളവർക്ക് ഒരു സഹായിയും ഉണ്ടാകുന്നതല്ല. ഒരാൾ ശരിക്കും യുക്തിസഹമായ കാര്യങ്ങൾ സ്വയം ചിന്തിക്കാതിരിക്കുകയോ മനസ്സിലാക്കി കൊടുക്കുന്നവരിൽ നിന്ന് മനസ്സിലാക്കാൻ സന്നദ്ധനാവാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവന്റെ ബുദ്ധിയിൽ അല്ലാഹുവിന്റെ കോപം പതിക്കുന്നു. അതിനുശേഷം സാമാന്യ ബുദ്ധിയുള്ള ഒരാളെ സത്യത്തിലേക്കെത്തിക്കാൻ സഹായകമായ ഓരോ സംഗതിയും ആ അവിവേകപ്രമത്തനായ മനുഷ്യനെ കൂടുതൽ വഴികേടിലകപ്പെടുത്തുകയായിരിക്കും ചെയ്യുക. ഈ അവസ്ഥയെയാണ് വഴിതെറ്റിക്കുന്നു എന്ന വാക്കിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. സന്മാർഗപ്രേമിയായ മനുഷ്യൻ അല്ലാഹുവിനോട് സന്മാർഗത്തിന് ഉദവി തേടുമ്പോൾ ആത്മാർത്ഥമായ ആ തേട്ടമനുസരിച്ച് അല്ലാഹു അവന് കൂടുതൽ സന്മാർഗ വഴികൾ കാണിച്ചു കൊടുക്കുന്നു. ദുർമാർഗപ്രേമി ദുർമാർഗത്തിൽ ഷഠിച്ചു നിൽക്കുമ്പോഴാകട്ടെ അല്ലാഹു അയാൾക്ക് വഴിതെറ്റാനും നാൾതോറും സത്യത്തിൽ നിന്ന് ഏറെയേറെ അകന്നു പോകാനുമുള്ള ഉപാധികളാണുണ്ടാക്കിക്കൊടുക്കുക. ومن آياته منامكم بالليل والنهار
النهار وابتغاؤكم من فضله